ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചത് ഇവിടെ അയർലൻഡിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ IRP കാർഡ് എടുക്കാമെന്ന്, അതിൻ്റെ പുതിയ പ്രോസസ്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. IRP കാർഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാർഡാണ് PPSN കാർഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു PPS കാർഡിന് അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഈ PPS കാർഡ് അല്ലെങ്കിൽ പേഴ്സണൽ പബ്ലിക് സർവീസ് നമ്പർ, ഇത് എന്താണെന്ന് നോക്കാം. PPSN നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യുണീക്ക് നമ്പറാണ്. അത് പല ഐറിഷ് സർവീസസും ആക്സസ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളൊരു നമ്പറാണ്. അതായത് നമുക്കിവിടെ വർക്ക് ചെയ്യണമെങ്കിൽ, ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യണമെങ്കിൽ, പല ഗവൺമെന്റ് ബെനിഫിറ്റ്സിന് അപ്ലൈ ചെയ്യണമെങ്കിലും, അതേപോലെ എഡ്യൂക്കേഷന്, അങ്ങനെയുള്ള പല തരത്തിലുള്ള സർവീസസിന് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്പർ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കിനി നോക്കാം എങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഈ PPS കാർഡിന് വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈനായിട്ടും അപ്ലൈ ചെയ്യാം, അതേപോലെ ഓഫ്ലൈനായിട്ടും അപ്ലൈ ചെയ്യാം. പക്ഷേ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതിനെങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ആദ്യം ഇത് കാർഡ് കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്രൈറ്റീരിയ, നിങ്ങളിവിടെ അയർലൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് താമസിക്കാൻ പ്ലാനുള്ള ഒരാളായിരിക്കണം. നിങ്ങൾക്ക് ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു അഡ്രസ് പ്രൂഫ് ഉണ്ടായിരിക്കണം. അതേപോലെ എന്തിനാണ് നിങ്ങൾക്ക് PPS നമ്പർ വേണ്ടത് എന്നതിനൊരു വാലിഡ് ആയിട്ടുള്ള റീസൺ കൂടെ വേണം. അതായത് സ്റ്റാർട്ടിങ് ജോബ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുക, അതല്ലെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അങ്ങനെ എന്തും ആവും. ആദ്യമായിട്ട് ഈ PPSന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫാണ്. അതിന് നമുക്ക് നമ്മുടെ പാസ്പോർട്ട് യൂസ് ചെയ്യാം. അടുത്തത് അഡ്രസ് പ്രൂഫാണ്. അതിനുവേണ്ടി യൂട്ടിലിറ്റി ബില്ല്, അതായത് വൈഫൈയുടെ ബില്ല്, അതേപോലെ വേസ്റ്റിന്റെ ബില്ല്, അത് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ഓണർ അടുത്ത് നമുക്ക് ലീസ് എഗ്രിമെന്റ് വാങ്ങാം. അതല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ അടുത്തുനിന്ന് ഒരു ഒഫീഷ്യൽ ലെറ്റർ, ഇതിലേതും ആവാട്ടോ. അതിന് ഈ ഡോക്യുമെന്റ് എല്ലാം തന്നെ ലേറ്റസ്റ്റ് ഡോക്യുമെന്റ് ആയിരിക്കണം കേട്ടോ, 6 മാസത്തിനുള്ളിലുള്ളത്. ഇനി നിങ്ങൾ നിങ്ങളുടെ സ്പൗസിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും കൂടെ വെക്കണം. പിന്നെ കുട്ടികൾ കാണിച്ചാൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റും വെക്കണം. ഇനി അടുത്ത ഡോക്യുമെന്റ് വേണ്ടത് വൈ യു നീഡ് എ PPSN നമ്പർ എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഡോക്യുമെന്റ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. അതായത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ കമ്പനി തന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഉണ്ടല്ലോ, അതിന്റെ കോപ്പി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതല്ല നിങ്ങൾ പഠിക്കാൻ വന്നിരിക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ സ്കൂളോ കോളേജിന്റെയോ അതിന്റെ അഡ്മിഷൻ ലെറ്ററിന്റെ കോപ്പി വേണം. അതേപോലെ നിങ്ങൾക്ക് ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാനാണ് ഇത് വേണ്ടത് വെച്ചാൽ ബാങ്കിൽ നിന്നുള്ള ലെറ്റർ വേണം. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന റീസൺ വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെയാണ് പലർക്കും ഡൗട്ട് വരുന്നത്. ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്പൗസിന് നമുക്ക് ഏത് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഏത് റീസൺ ആണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് സ്പൗസിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അതായത് ഡിപ്പെൻഡന്റ് വിസയിൽ വന്നിരിക്കുന്ന സ്പൗസിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുക്കേണ്ട റീസൺ ടാക്സ് പർപ്പസസ് അല്ലെങ്കിൽ ജോയിന്റ് അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ അതാണ് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി അസസബിൾ സ്പൗസ് ഇലക്ഷൻ ഫോം എന്നൊരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കൂടെ സബ്മിറ്റ് ചെയ്യണം. ആ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ സബ്മിറ്റ് ചെയ്യുന്ന ഈ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ഒറിജിനൽ ആയിരിക്കണം. നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തതോ അല്ലെങ്കിൽ ഇമെയിലിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തതോ അങ്ങനത്തെ ഒന്നും വാലിഡ് അല്ല. നിങ്ങൾ ഇതെല്ലാം തന്നെ ഒറിജിനൽ ഡോക്യുമെൻ്റ് തന്നെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഈ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഉള്ള എല്ലാത്തിലുള്ള നമ്മുടെ അപ്ലിക്കൻ്റെ പേര് സെയിം ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഡോക്യുമെൻ്റ് വാലിഡിറ്റിയും കൂടെ ചെക്ക് ചെയ്യണം. എക്സ്പയർ ആയ ഡോക്യുമെൻ്റ് ഒന്നും തന്നെ സബ്മിറ്റ് ചെയ്യരുത്. പിന്നെ ഇംഗ്ലീഷിലല്ലാത്ത ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, അത് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഐറിഷിലോ സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്തത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് mygov.ie എന്നുള്ള ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. ആ അക്കൗണ്ട് ഉണ്ടാക്കാൻ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സും ഒരു ഐറിഷ് മൊബൈൽ നമ്പറും മാത്രം മതി. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ www.mygov.ie എന്ന വെബ്സൈറ്റിൽ പോയിട്ട് ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്ന് സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മുടെ ഫുൾ നെയിം, ഇമെയിൽ അഡ്രസ്സ്, അതേപോലെ തന്നെ ഒരു പാസ്വേഡ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമെയിലിൽ ഒരു കോഡ് വരും. ആ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ID വെരിഫൈ ആവും. ഇത് വെരിഫൈ ആയതിനു ശേഷം നമ്മൾ ഇതിനകത്ത് MyGov IDയിൽ ലോഗിൻ ചെയ്യുക. അതിലുള്ള മൈ വെൽഫെയർ സെലക്ട് ചെയ്യുക. അതിനകത്ത് എക്സ്പ്ലോർ സർവീസസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അവിടെ താഴെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആക്സസിങ് പബ്ലിക് സർവീസ്. ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അതിൽ പേഴ്സണൽ പബ്ലിക് സർവീസ് നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നോ മോർ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ നൗ സെലക്ട് ചെയ്യുക. ഇനി നമ്മളിവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഫില്ല് ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് PPSN നമ്പർ എടുക്കുന്നത്, ഒരു അഡൾട്ടിനാണോ ചൈൽഡാണോ അല്ലെങ്കിൽ അഡൾട്ടും ചൈൽഡിനും കൂടെ കൂടിയിട്ടാണോ, അത് സെലക്ട് ചെയ്യുക. ഇതിന് മുന്നേ നമുക്ക് PPSN നമ്പർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതിൽ എസ് ഓർ നോ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഏതാണ്ട് സെലക്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഇവിടെ അയർലൻഡിലാണോ താമസിക്കുന്നത് ചോദിക്കും, അതിൽ എസ് സെലക്ട് ചെയ്യുക. ഇത് രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ സെലക്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഇവിടെ ചോദിക്കുന്നത് നമുക്ക് എന്തിനാണ് PPSN നമ്പർ വേണ്ടതെന്നാണ്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷനിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഓർമ്മിക്കുക, നമ്മളിവിടെ എന്ത് സെലക്ട് ചെയ്യണോ അതിലുള്ള ഡോക്യുമെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കരുതി വെച്ചിരിക്കണം. ഇതിൽ എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ വീഡിയോയുടെ ആദ്യം നമ്മൾ സംസാരിച്ചിരുന്നു. അതിനുശേഷം നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, നമ്മുടെ നാഷണാലിറ്റി എന്നിങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതെല്ലാം തന്നെ ഫില്ല് ചെയ്യുക.
ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമ്മുടെ ഡോക്യുമെന്റ് പ്രകാരം സെയിം ആയിരിക്കണം. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് സെലക്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഇവിടെ കാണിക്കുന്നത് നമ്മൾ PPSന് വേണ്ടി ഇന്റർവ്യൂ സെന്ററിൽ പോകുമ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ കൊണ്ടുപോകണമെന്നാണ് അതിലൂടെ കാണിക്കുന്നത്. അതിന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതെല്ലാം തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇനി ലാസ്റ്റ് ഇവിടെ നമ്മൾ ഇത്ര നേരം കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഫുള്ളായി ഒന്നുകൂടെ കാണിക്കും. അതെല്ലാം തന്നെ വൃത്തിയായി ഒന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു മെയിൽ വരും. അതിനകത്ത് ഡേറ്റും ടൈമും പിന്നെ ഒരു അഡ്രസ്സൊക്കെ ഉണ്ടാവും ഇന്റർവ്യൂ സെന്ററിന്റെ. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെന്റും ഒറിജിനൽ കോപ്പി ആയിട്ട് നമ്മൾ ചെല്ലണം. ആ സമയത്ത് അവിടെ വെച്ച് ഈ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ അവർ വെരിഫൈ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും. എല്ലാം ഓക്കെ ആണെന്ന് വെച്ചാൽ അവർ നമ്മുടെ ആപ്ലിക്കേഷൻ മുന്നോട്ട് പ്രോസസ്സ് ചെയ്യും. ഏകദേശം ഒരു 15 ദിവസത്തിനുള്ളിൽ നമുക്ക് വീട്ടിൽ PPSN കാർഡ് വരും കേട്ടോ. കൊടുത്ത അഡ്രസ്സ് ഉണ്ടല്ലോ അവിടെ വരും. നിങ്ങൾ അയർലൻഡിൽ എത്തിയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ PPSN കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യണം. കാരണം ഇവിടുത്തെ ഒട്ടുമിക്ക സർവീസസിനും ഈ PPSN നമ്പർ അത്യാവശ്യമാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.